Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. Ashhadu an la ilaha illallah. Ashhadu an la أشهد أن محمدًا رسول الله. الصلاة خير من النوم. الله أكبر، الله أكبر. لا إله إلا الله. Respected principal, staff members, students, and parents of Christ Nagar family. I'm Professor Umar Shihab, and it gives me immense pleasure to reveal to you a need message. ബലി പെരുന്നാളിന്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാൻ കഴിയുന്നതിൽ ഞാൻ നന്നായി സന്തോഷിക്കുന്നു. ഒരു എക്സ് ക്രൈസ്റ്റ് നഗേറിയൻ എന്നതിൽ ഞാൻ ഏറ്റവും നന്നായി അഭിമാനവും കൊള്ളുന്നു. ബലിപെരുന്നാൾ തരുന്ന ആദ്യത്തെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. സ്നേഹം എന്ന വാക്കിനെ നമുക്കൊരിക്കലും നിർവചിക്കാൻ കഴിയില്ല. നിർവചിക്കാനാകുമായിരുന്നുവെങ്കിൽ സ്നേഹത്തിനെ ഞാൻ ത്യാഗമെന്ന് വിളിച്ചത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്യന്താവിനോടുള്ള ത്യാഗത്തിനെ സ്നേഹമായി തെളിയിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തിന്റെ ത്യാഗത്തിനെ ഓർത്തുകൊണ്ടാണ് ഓരോ വിശ്വാസിയും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇവിടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഓക്സിജൻ ഓഫ് ലൈഫ്. സ്നേഹമാണ് ജീവിതത്തിന്റെ ശ്വാസവായു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും വി ആർ ഇൻ ഇമ്മൻസ് തേഴ്സ്റ്റ് ഫോർ ഇറ്റ്. അതീവ ദാഹത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് എവിടെ നിന്നെങ്കിലും സ്നേഹം കിട്ടിയാൽ പോരാ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്നേഹം കിട്ടണം. കൂടെയുള്ളവരുടെ, മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് തുറന്ന് കാണാൻ ശ്രമിക്കാം. അവർക്കത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. മക്കളെ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ പാരന്റ്സിന് കഴിയട്ടെ. ബലിപെരുന്നാൾ തരുന്ന രണ്ടാമത്തെ സന്ദേശം ഭയരഹിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഇന്ന് ഞങ്ങളോടൊക്കെ എത്തുന്ന അനേകായിരം കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഫിയർ ആണ്. ഫിയർ ടുവേർഡ്സ് എനിതിങ്. അപ്പോ ആ ഭയം, അതിൽ നിന്നും അവർ മാറി നിൽക്കണം. ഒരു പുഴ അതിങ്ങനെ ഒഴുകി ഒരേറ്റവും വലിയ ഓഷ്യന്റെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ അതിന് ഭയങ്കര ഭയമാണ്. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നറിയില്ല. പക്ഷേ
ആ പുഴ പതുക്കെ ആ ഓഷ്യനിലേക്കൊന്ന് കയറുമ്പോൾ he or she is no more a river. It is an ocean. ആ പുഴ ഓഷ്യനിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ആ ടൈം മുതൽ ആ പുഴ ഓഷ്യനാണ്. സോ വി ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ റിവർ, വി ആർ ദ ഓഷ്യൻ. ആ ഏറ്റവും നല്ല സന്ദേശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ കിളമാനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രൈസ്. ആറ്റിങ്ങൽ ക്രൈസ്റ്റ് സ്കൂളിൽ ലോക്ക്ഡൗൺ കാലത്ത് ലോക്ക്ഡൗൺ മാനദണ്ഡം പാലിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് നടന്നു. സ്കൂളിനും ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. Bakrid is a festival of sacrifice. Once God Almighty wanted to test Ibrahim or Abraham, his love, concern, piety, his affection, zealous, etc. God asked him to sacrifice his son. No sooner had Abraham heard God's command than he took the knife to sacrifice his beloved son. But God was not so cruel. He did not permit Abraham to sacrifice his son. But Abraham won the test. Dear students, success is always connected with sacrifice. Had Ibrahim did not obey God's command, we would not have a prophet Ibrahim, a father Ibrahim, or we would not have celebrated Bakrid, or we would not have gone for Hajj pilgrimage. Basically, you cannot be a successful person in life without asking the question, which one matters more? Son or God? Doing your school project, or going for a picnic, or going for a movie, or reading a book, or wearing a mask, or not wearing a mask? There are hundreds and hundreds of questions you have to ask yourself, and you have to find the answers for all these questions. I wish to introduce one of my students, Jasim and Khalid, a just 13 years old student. He is a Hafiz. He has by hearted Holy Quran completely through and through. Don't take it simply. It's not simple. It's very serious. You just imagine how much time and energy he might have used. How much fun and entertainment he must have avoided. It's a God's grace. He got that God's gift. My dear students, I recommend you just sit down like Abraham and listen to the inner voice. Then you also will hear that inner voice. God must be telling you, master the art of sacrifice. Master the art of sacrifice. Dear students, I wish you and your family a heavenly and happy Bakrid. Thank you very much. God bless you. Assalamu alaikum friends. My name is Hiroshan Lal from class 7A. Bakrid is celebrated all over the world as the feast of sacrifice. It is celebrated with great display. But during the last 2 years, the celebrations were set aside as a mark of respect for the flood affected people. This year, due to the spread of the pandemic COVID-19, we at Christ Nagar mark this day in a special way
and bring before you a short presentation. Thank you. Warm greeting on Eid al-Adha to my Christ Nugget family. جمال الوجود بذكر الإله وتصفو الحياة بنور هداه. جمال الوجود بذكر الإله وتصفو الحياة بنور هداه. وتطلب نفس له طاعة ويبلغ سعد إلى منتهى. فؤاد شغوف إلى ربه أحب رضاه أحب لقاه. يظل يجيء إلى ربوة قرار ويسمو وذا مرتغى. فلا لهو يثنيه عن سيره ولا جمع مال تغشها. إذا ما ينادي منادي الفلاح تراه لذاك يحوث. Eid al-Adha, the day to sacrifice, the day to be tested, the day to please the Almighty. Eid Mubarak. Respected teachers and my dear friends, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ബക്രീദിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. പരീക്ഷണത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ബക്രീദ്. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്ന ഈ ആഘോഷത്തെ ബലിപെരുന്നാൾ എന്നും വിശേഷിപ്പിക്കുന്നു. അറബിയിൽ ഇതിന് ഈദുൽ അദ്ഹ എന്നാണ് പറയുന്നത്. ബലിപെരുന്നാളിന്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഏറെക്കാലം സന്താനഭാഗ്യം ഇല്ലാതിരിക്കുകയും പിന്നീട് പുത്രൻ ജനിക്കുകയും ആദ്യപുത്രനായ ഇസ്മായിലിനെ ബലി ഇറക്കുവാൻ ദൈവം കൽപ്പിക്കുകയും ചെയ്തു. ബലിക്കൊരുങ്ങിയ സമയം ജിബ്രീൽ എന്ന മാലാഖ അവിടെ പ്രത്യക്ഷപ്പെടുകയും മകന് പകരം ഒരു ആടിനെ നൽകിക്കൊണ്ട് അതിനെ ബലി അർക്കുവാൻ കൽപ്പിക്കുകയും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. അതുകൊണ്ടാണ് ഇതിനെ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്റെ ഈദാശംസകൾ. ഇത്തിരി ദൂരത്ത് നിന്നും ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും എന്റെ ബലിപെരുന്നാൾ ആശംസകൾ.
पयाम, ये ईद का त्योहार है, खुशियों का है त्योहार, ये ईद का त्योहार है, खुशियों का है त्योहार, ना तेरा है ना मेरा है, ये सबका है त्योहार, ये प्यार का पैगाम है, ये प्यार का पैगाम। मुबारक ईद मुबारक। Eid Mubarak is not just a word, it's a magical box of happiness and joy. May Allah save us from this corona. Wishing you all a very happy Eid Mubarak. ഇത്തിരി ദൂരത്ത് നിന്ന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും എന്റെ ബലി പെരുന്നാൾ ആശംസകൾ. Eid al-Adha, the festival of sacrifice. It is celebrated all over the world in behalf of the willingness of Prophet Ibrahim to sacrifice his son Ismail as an act of obedience to God.
The Eid celebration usually begins with communal prayer and a short ceremony followed by visiting relatives and also sharing confectionaries with loved ones. This Eid, make sure to perform your Eid prayers at home and connect with families and friends through virtual platforms. Let this special occasion of Eid adorn your life with colors of heaven. Wishing you all a pleasant Eid Mubarak. Stay home, stay safe. يا لطيف ألطف بنا يا لطيف ألطف بنا ألطف بنا